ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളൊരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഒന്നല്ല, ഒരു 3-4 കല്യാണമുണ്ട്. അപ്പോൾ ഇവളുണ്ടല്ലോ ഇപ്പം ഇങ്ങനെ സൗണ്ട് ആക്കിയിട്ടാണ് ഓരോന്ന് കാണിക്കുന്നതും പറയുന്നതൊക്കെ. പിന്നെ ഇതാ ഏട്ടൻ്റെ അവർ പോകാൻ റെഡി ആയിട്ടുള്ളതാണ്. അവർ വണ്ടിയിൽ പോവും, നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്വാർട്ടേഴ്സിലെ ചേച്ചിയുണ്ട് നമ്മളൊന്നിച്ച് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഫോട്ടോസൊക്കെ കുറച്ച് എടുത്തിട്ട് നമ്മൾ ഓട്ടോയിൽ പോകുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ താനത്ത് തന്നെയാണ് കല്യാണം ഉള്ളത്. ഇവിടെ ഫുള്ള് വണ്ടിയാണ്, 2 കല്യാണം ഒന്നിച്ചുള്ളതുകൊണ്ട്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് നമ്മൾ നേരെ വന്നത് റൂമിലോട്ടാണ്. കാരണം എൻ്റെ സാരി അഴിഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ സാരി ഉടുത്തതും അത്ര ശരിയായില്ല. പിന്നെ കിയാരനെ എടുത്തിട്ട് എനിക്ക് സാരി ഉടുത്തിട്ട് മാനേജ് ചെയ്യാനും പറ്റുന്നില്ല. അതുകൊണ്ട് അത് നേരാക്കാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ ഇതാ അമ്മായിയും ഇളമയും മൂത്തമ്മയും ഒക്കെ കാര്യമായിട്ട് എന്തോ ഡിസ്കഷനിലാണ് ഉള്ളത്. അപ്പോൾ കിയാരയ്ക്ക് ഇതാ ഫുള്ളൊരു സ്ലീപ്പി മോഡാണ്. ആരോടും ചിരിക്കുന്നൊന്നുമില്ല. അത് പപ്പൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ വീണ്ടും കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നതാണ്. ഫാമിലി കുറച്ച് പേരൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. അപ്പോൾ ഇതാ ഫുഡൊക്കെ വന്നു. നല്ല സദ്യ ആയിരുന്നു. അപ്പോൾ കിയാരയ്ക്കും അമ്മ ഇടയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, ചോറ്. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം എനിക്ക് പപ്പ തന്നായിരുന്നു, പപ്പേൻ്റെ ഐസ്ക്രീം. പിന്നെ ഡേറ്റ്സിൻ്റെ പായസവും പിന്നെ പാൽപ്പായസവും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടും. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് സ്റ്റേജിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഭയങ്കര ക്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നേക്കാളും മുമ്പും ഇതേ ക്യൂ തന്നെയായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് നിന്നതായിരുന്നു. നമ്മളത് സ്റ്റേജിൽ കയറി. ഭയങ്കര ചൂടാണ്. ഇത് എൻ്റെ കസിനാണ്. പിന്നെ ഏട്ടനും നവ്യ ഇതാ അവർ രണ്ടുപേരും മാത്രം ആദ്യം ഫോട്ടോ എടുത്തു. ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ ഇൻകംപ്ലീറ്റ് ആണ്, എന്നാലും ഉള്ളവർ വെച്ചിട്ട് കുറച്ച് ഫോട്ടോ എടുത്തു. നിത്തോണൻ്റെ കല്യാണം എനിക്ക് കൂടാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ ജസ്റ്റ് പുറത്ത് എത്തിയിട്ട് വിഷും ചെയ്തു, പിന്നെ ഫോട്ടോയും എടുത്തു. പിന്നെ അവരൊക്കെ തിരിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കുവാണ്. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ വേറൊരു കല്യാണത്തിന് പോകുന്നതാണ്. അത് ജസ്റ്റ് അവിടുന്ന് ഒരു 5 മിനിറ്റ് നടക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ എത്തി. ഇത് വീട്ടിൽ തന്നെ ആയിരുന്നു കല്യാണം. എന്താ ദേവും ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് അവരെ വിഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഐസ്ക്രീം മാത്രം കഴിച്ചിട്ട് അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു.